തിരക്കിലാണോ? കുറച്ച് തിരക്കില്ല. എനിക്ക് ബോറടിച്ചിട്ട് പോയോ? ബോറടിക്കിപ്പോ എന്താ ചെയ്യാ? നമുക്കൊരു ഗെയിം കളിച്ചാലോ? ചെറിയ ഗെയിമാണോ? ഗെയിം ഒന്നുമല്ല, ഒരു ക്വസ്റ്റ്യൻ. എന്നാ ചോദിക്ക്. അല്ലേ, സപ്പോസ് ഞാൻ ഈ ലോകത്ത് ജനിച്ചിട്ടേ ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കോ? നീ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അല്ലടോ, ഇതൊരു ഗെയിം അല്ലേ? ഞാൻ പറയണേ, ഇപ്പൊ ഞാനില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി, അതായത് നീ ജനിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും കല്യാണം കഴിക്കണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി നമ്മുടെ മനസ്സിലൊരു സങ്കല്പം, ഞാനല്ലാതെ. ഓക്കെ ഓക്കെ, അതെ ഞാൻ പറയാം, പക്ഷെ തുറന്നു പറയുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ ഇതൊരു ഗെയിം അല്ലേ, ഞാൻ ആ സ്പിരിറ്റിലെല്ലാം എടുക്കോളാം, നമുക്ക് എന്നെ അറിഞ്ഞൂടെ. ഉറപ്പാണോ? പറ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമായിരുന്നു, എസ്പെഷ്യലി പ്ലസ് ടു കാലത്തായിരുന്നു. അത് നമുക്കറിയാലോ, ഒരു റൊമാൻറ്റിക് ടൈം അല്ലേ ആ സമയം. ഭയങ്കര സുവർണ്ണകാല. അതെ അതെ. അപ്പൊ എസ്പെഷ്യലി എനിക്ക് ആ കുട്ടിയുടെ കണ്ണായിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ക്ലാസ് ടൈമിലൊക്കെ നോക്കുമായിരുന്നു. കണ്ണിങ്ങനെ വൺ സൈഡ് ആയിരുന്നു കേട്ടോ. എനിക്കറിയില്ല ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമായിരുന്നു ആ സമയത്ത്. പിന്നെ അറിയാലോ, നമുക്ക് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റാർട്ടിങ് ട്രബിൾ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, അങ്ങനെ. പക്ഷെ പിന്നെ അതങ്ങനെയൊക്കെ അങ്ങനെ പോയി. ഇപ്പൊ എന്നെയും കല്യാണം കഴിച്ച് ഇവിടെ അങ്ങനെ സന്തോഷമായി ജീവിക്കുന്നു. കളി കഴിഞ്ഞോ? എന്നാൽ വേഗം നല്ലൊരു ചായ ഇട്ട് വന്നേ, തലവേദന ചുറ്റു വയ്യ. ചായ ആണെങ്കിലേ നിങ്ങളുടെ പഴയ പ്ലസ് ടു കാരില്ലേ ഉണ്ടക്കണ്ണി, അവളോട് പോയി വാ. എന്റെ ദൈവമേ, ഇതാണ് ഒരു കാര്യം തുറന്നു പറഞ്ഞുള്ള പ്രശ്നം. തുറന്നു പറഞ്ഞോണ്ട് അറിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും എന്നെ മാത്രം മനസ്സിൽ വെച്ച് നടക്കണുള്ളൂ. ഞാൻ ഇങ്ങനെയല്ല ഉത്തരം പ്രതീക്ഷിച്ചത്. നീ അല്ലാതെ വേറൊരു പെണ്ണിനെ ഓർക്കും കൂടി ഇല്ലാന്നാ വിചാരിച്ചേ. എന്റെ 2 ദിവസം പോയി. 2 ദിവസമല്ല, അതിനുള്ള എല്ലാ ദിവസം പോയി.